ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 25-ാം തീയതി ക്രിസ്മസ് ഡേയുടെ അന്നുള്ള വ്ളോഗാണ്. ഞങ്ങൾ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുവാണ്. ഇസാക്കിനെ കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്തത്. വൈനും ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ പോകുന്നത്. അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ച തൊട്ടാണ് എല്ലാവരും അവിടെ നിന്നാണ് ഉച്ചയും രാത്രിയെല്ലാം എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, വൈൻ കുടിക്കാം. എന്താടാ എനിക്ക് വായി വെച്ചു. താങ്ക് യു. ഹാപ്പി പറയാ. ഇവിടെ നോക്കി പറ. ഇവിടെ നോക്കി പറഞ്ഞേ. ഇവിടെ നോക്കി പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ് എന്ന്. ഹാപ്പി പറ. എന്തെന്നാ പറയണം? ഹാപ്പി ഹാപ്പി ക്രിസ്മസ് പറ. അപ്പൊ വൈൻ കുടിക്കാൻ പോവാണ്. ജിനു ഒരു ചിയേഴ്സ്. അത് കുഴപ്പമില്ല. അപ്പോളോ അങ്ങനെയല്ല. അത് മുറിച്ചതാ എന്നാ. ഇവിടെ ഒരു അംഗം അംഗം കേക്കോ വിസാക്കോ ആയിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡും കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഞാൻ ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉച്ചക്ക് ഫുഡിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെല്ലാം ഞാൻ വിട്ടുപോയി. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എല്ലാവരും ഒക്കെ ഫുഡ് കഴിച്ച് ഒന്ന് കിടന്നിട്ട് വരാം എന്ന് പറഞ്ഞു പോയ സമയത്ത് ഞാൻ വന്ന് ഗിഫ്റ്റ് പൊതിയുന്നുണ്ട്. എന്നെ ഗിഫ്റ്റ് പൊതിയാൻ സഹായിച്ചു തരാമെന്നും പറഞ്ഞ് ജീനു പോയി മാറിക്കിടന്നുറങ്ങി. അതുകൊണ്ട് ഞാൻ ഒറ്റക്കിരുന്നാണ് 5 ഗിഫ്റ്റ് ഞാൻ തന്നെയാണ് പൊതിഞ്ഞത്. ഇസാക്കും അപ്പം കിടന്ന് ഉറക്കമായിരുന്നു. അവൻ ഉറങ്ങിയ സമയത്തിന് ഞാൻ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ 5 പേർക്കുള്ള ഗിഫ്റ്റ്. ഇസാക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചേട്ടന്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയി. അപ്പോൾ എല്ലാവരും പിന്നെയും തിരിച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പുൽക്കൂടൊക്കെയാണ്. അകത്ത് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ തന്നെ തുടങ്ങുകയാണ്. അതിനുശേഷം ഓരോരുത്തർ വന്ന് വാങ്ങിക്കുന്ന അടുത്ത ആളുടെ പേര്. ക്രിസ്മസ് ഫ്രണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ക്ലൂനല്ല. ആർക്ക് പറയാൻ പറ്റും? ഒരു ക്ലൂ ഞാൻ തരികയാണ്.
ആ ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയും. ഭയങ്കര കത്തിയാണ്. അതിനത്ര കത്തിയാണ്. വേറെ എന്ന് പറയുന്നത് ഭയങ്കര ഉണ്ട കണ്ണാണ്. കള്ളക്കണ്ണ് അതല്ല. പിന്നെ പണ്ട് മറ്റേ നാടകത്തെ കയറിയിട്ട് പലക വീണ് പട്ടി ചെന്നിട്ട് അവളെ വീട്ടുകാരി കെട്ടി വെച്ചതാണ്. അപ്പൊ ഫ്രണ്ട് സൈജുവാണ്. സൈജിനെ ക്ഷണിക്കുക. മിൽക്ക് കുടിച്ചു കഴിഞ്ഞാല് വേർക്കുന്ന ഒരാളാണ് രാജു ഭായ് ഓൺ സ്റ്റേജ്. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന്റെ ഇങ്ങനെ പരിപാടി നടത്തിയപ്പോ എനിക്ക് ആ ഫ്രണ്ട് തന്നെയാണ്. ആ ഫ്രണ്ട് എഴുന്നേറ്റ് വരിക. അതാരാ? ആരാണ് അയാൾ? കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിച്ചില്ലേ? അപ്പൊ എന്റെ ഫ്രണ്ട് അത് തന്നെയാണ്. ആരാണ് അയാൾ? മിസ്സിസ് റോണിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ക്രിസ്മസ് സമ്മാനം കൊടുക്കുന്നതായിട്ട് അമ്മച്ചി ക്ഷണി. എനിക്ക് പൊന്നൂരാണ്. ദേഷ്യം വരുമ്പോ പുറകിലോട്ട് തലയടിച്ച് വീഴുന്ന ഒരാള്. കുഞ്ഞാണ്.
അടുത്ത പ്രതീക്ഷയാണ് തലമുറയുടെ. പക്ഷെ യാതൊരു പ്രതീക്ഷ ഇപ്പൊ കാണുന്നില്ല. അനു പ്രപഞ്ചത്തിലെ പോരാളി ആർക്കറിയാൻ പാടില്ലേ? ജിനോക്കല്ലേ? ആ ഞാൻ പറഞ്ഞ പ്രപഞ്ചത്തിലെ പോരാളി. അമ്മച്ചി സരി എടാ നീയൊക്കെ ഒന്നും മര്യാദ കേൾക്കോ പപ്പാഞ്ഞു. എല്ലാവരും ഒരേ പേരാണ് വിളിക്കുന്നത്. അമ്മച്ചി കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനം. ചേച്ചിയമ്മ 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 on stage. Chess number 3 on stage. मजे നമ്മുടെ ആറാട്ടുകുളം കുടുംബത്തിലെ ഏറ്റവും ഇളയ മകളായ Kesia. Isaac. മധ്യമ കഴിഞ്ഞിട്ട് പിന്നെ മേൽദ്യമ കഴിഞ്ഞിട്ട് ഉള്ള ഒരാളാ. ആ അത് തന്നെ. അപ്പോൾ ഫുഡ് ഞങ്ങൾക്ക് ഓർഡർ ആയിരുന്നു. ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പോർക്ക്, ബീഫ്, ചിക്കൻ 65, താറാവ് മപ്പാസ്, പച്ചടി, കിച്ചടി, പായസം, മോര്, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പവും സ്റ്റൂവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.